ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ ഈ വഴുതനങ്ങ വെച്ചിട്ട് എല്ലാവരും മോരുകറി ഉണ്ടാക്കുമല്ലോ. ഇത് ഫ്രൈ ചെയ്തിട്ട് മോരുകറി തൈരിൽ ഇത് ഫ്രൈ ചെയ്തിട്ടിട്ട് അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ആവശ്യത്തിനിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതെല്ലാം കൂടെ പറക്കി നിറക്കി അങ്ങോട്ട് വറുത്ത് പൊരിച്ചെടുക്കുക. ഒരു പടങ്ങ് കരച്ചെടുക്കരുത്, കുറച്ചൊന്ന് രണ്ടറ്റും അപ്പുറം മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ബാക്കി ബാലൻസ് വരുന്ന ആ ഓയിലിൽ തന്നെ കുറച്ച് കടുക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞത്, 2 വറ്റൽമുളക്, കറിവേപ്പില. ആ ഇഞ്ചി ഇടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വരും കേട്ടോ. ഇഞ്ചിയുടെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ, അതുകൊണ്ട് ഇഞ്ചി വേണ്ടാത്തവർക്ക് ഇഞ്ചി എടുക്കണ്ട. അപ്പോൾ ബാക്കി നമ്മുടെ ഫ്രൈ ചെയ്ത വഴുതനയും കൂടെ വെച്ചിട്ട് അതൊന്ന് സോട്ട് ചെയ്ത് അവിടെ വെച്ചേക്കാം. അതിന് ശേഷം നമുക്ക് തൈര്, മിൽക്ക് മിക്സ്ഡ് നല്ല കട്ട തൈരാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തു. അപ്പോൾ നല്ല കട്ടിയായിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു, ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ അതിനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന വഴുതനങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ തൈരിലേക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പിന്നെ തിന്നപ്പോൾ രസമുണ്ടോ എന്നൊക്കെ നമുക്ക് തിന്ന് കഴിച്ചതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ആ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല കാണാനൊക്കെ നല്ല കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ചോറെടുക്കാം. അപ്പോൾ ഞാൻ ചോറ് വിളമ്പിയിട്ടുണ്ട്. ചോറ് വിളമ്പി, പിന്നെ ഇന്ന് കൂട്ടാൻ കൂടെ ഉള്ളത് ബീൻസ് തോരനുണ്ട്, കുറച്ച് നാരങ്ങ അച്ചാർ, പിന്നെ മീൻ കറി, പിന്നെ നമ്മുടെ മെയിൻ താരം വഴുതനങ്ങ മോര് കറി. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ചോറിലേക്ക് ഒഴിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് വേറൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അന്നക്കുട്ടി ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആളിവിടെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ചോറ് എല്ലായിടത്തും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് നമ്മുടെ വഴുതനയൊക്കെ നല്ലപോലെ ഉടച്ച് ചേർത്ത് ഞാൻ കുറേ പീസ് മീനും ഒക്കെ വെച്ചിട്ട് ആദ്യം അവന് വേണമെന്ന് പറഞ്ഞു, അങ്ങനെ അവന് കൊടുത്തു. അത് കഴിഞ്ഞ് അവൾക്കും കൊടുത്തു. അപ്പോൾ അവനകത്ത് പോയി കഴിച്ചിട്ട് വെള്ളം എടുക്കാൻ പോയതാട്ടോ. വെള്ളം എടുത്തിട്ട് വന്നിട്ട് കൊള്ളാമെന്ന് പറഞ്ഞു, ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവളും കൊള്ളാമെന്ന് പറഞ്ഞു, അവൾക്കും ഇഷ്ടപ്പെട്ടു. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ എനിക്കിതിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറും ആ കൂട്ടാനും മാത്രം മതിയാവും നമുക്ക് കഴിക്കാൻ. കാരണം അവർ പറയുന്നത് ശരിയാണ്, ഈ ഒരു കൂട്ടാനും ചോറും മാത്രം മതി, വേറെ ഒരു കൂട്ടാനില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ അത് ഓടി വരുന്നുണ്ട്. മറ്റേത് നമ്മൾ കിടന്ന് ഓരോ വാ വെച്ചിട്ട് ഇവിടെ കിടന്ന് അലക്കണം, വായോ എന്ന് പറഞ്ഞു. അവൾ അടിപൊളി എന്നാട്ടോ പറഞ്ഞത്. ഈ ഒരു കറിയും ചോറിനും വേണ്ടി രണ്ടുപേരും മത്സരമാണ്. പക്ഷേ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് നല്ല കറിയായിട്ട് നമ്മൾ വീണ്ടും വിളിച്ചു എൻ്റെ കൊരവള്ളി പൊട്ടിയാലും വരാത്തവരാണ്. ഓരോ വന്ന് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.